ട്രെയിനുകൾക്കും യാത്രക്കാർക്കും സ്റ്റേഷൻ പരിസരങ്ങൾക്കും സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനായി എഐയും ഡ്രോണും ഉൾപ്പെടെയുള്ള ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിക്കുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. RPFന്റെ ഇന്റലിജൻസ് ശേഖരണ സംവിധാനം ശക്തിപ്പെടുത്തുന്ന ദൗത്യപരമായ നടപടിയുടെ ഭാഗമായാണ് ഈ പുതിയ നീക്കം. ഡൽഹിയിലെ റെയിൽവേ ഭവനിൽ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അധ്യക്ഷത വഹിച്ച ഉന്നതതല സുരക്ഷാ അവലോകന യോഗത്തിലാണ് നിർണായക തീരുമാനങ്ങളെടുത്തത്. അടുത്തിടെ നടന്ന ചില തീപിടുത്ത സംഭവങ്ങൾ ഉൾപ്പെടെ വിവിധ സംഭവങ്ങളിലെ പ്രാഥമിക അന്വേഷണങ്ങളിൽ സാമൂഹ്യ വിരുദ്ധ ശക്തികളുടെ പങ്ക് കണ്ടെത്തിയതായി യോഗത്തിൽ വിലയിരുത്തി. സംഭവങ്ങളെ ഇന്ത്യൻ റെയിൽവേ ഗൗരവത്തോടെ കാണുന്നതായും RPF സജീവമായി അന്വേഷണം നടത്തുന്നതായും അധികൃതർ വ്യക്തമാക്കി. പല കേസുകളിലും റെയിൽവേയുടെ സമയോചിത ഇടപെടൽ വലിയ ദുരന്തങ്ങൾ ഒഴിവാക്കാൻ സഹായിച്ചെന്നും ചൂണ്ടിക്കാട്ടി. ഇന്റലിജൻസ് ശേഖരണം കൂടുതൽ ശക്തമാക്കുന്നതിനൊപ്പം സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വിവരങ്ങൾ വേഗത്തിൽ വിശകലനം ചെയ്യുന്നതിനും നടപടി സ്വീകരിക്കും. യാത്രക്കിടയിലും സ്റ്റേഷൻ പരിസരങ്ങളിലും സംശയാസ്പദമായ ആളുകളെയോ പ്രവർത്തനങ്ങളെയോ കണ്ടാൽ ഉടൻ റെയിൽവേ ഹെൽപ്പ് ലൈൻ നമ്പർ 139 അറിയിക്കണമെന്ന് റെയിൽവേ യാത്രക്കാരോട് അഭ്യർത്ഥിച്ചു. റെയിൽവേ ശൃംഖലയിലുടനീളം കൂടുതൽ CCTV ക്യാമറകൾ സ്ഥാപിക്കൽ, AI അടിസ്ഥാനത്തിലുള്ള നിരീക്ഷണ സംവിധാനങ്ങൾ വിന്യസിക്കൽ, സൈബർ സുരക്ഷ ശക്തിപ്പെടുത്തൽ, ക്യാമറകളുടെ സാങ്കേതിക നിലവാരം ഉയർത്തൽ തുടങ്ങിയ കാര്യങ്ങൾ യോഗത്തിൽ പ്രധാനമായി ചർച്ച ചെയ്തു. RPFും റെയിൽവേ പോലീസ് തമ്മിലുള്ള വിവരങ്ങൾ പങ്കിടാനുള്ള സംവിധാനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും തീരുമാനമായി. ജനം, ഡൽഹി.